അതായത് നമ്മൾ ഈ പറയുന്ന റേക്കി എന്ന് പറയുന്ന ആ കോസ്മിക് എനർജി കൃത്യമായിട്ട് നമ്മുടെ എനർജറ്റിക് ബോഡിയിലേക്ക് ഒരു ഗുരു അതിനെ കണക്ട് ചെയ്യുന്നൊരു ഡിവൈൻ പ്രോസസ്സാണ് ദീക്ഷ. മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? 95,000 രൂപയും കണ്ടാണ് പവന്റെ വില. ഗുരു തൻ്റെ ദിവ്യപ്രകാശത്തിലൂടെ തൻ്റെ ശിഷ്യനിലെ സകലമാന നാശത്തെയും ക്ഷയിപ്പിക്കുന്ന ദൈവികമായ പ്രക്രിയയാണ് ദീക്ഷ. അപ്പോൾ ഫസ്റ്റ് ലെവൽ ദീക്ഷ എടുത്തു കഴിഞ്ഞ് 21 ഡേയ്സ് നമ്മൾ സാധന ചെയ്യണം, റേക്കി സാധന. ഒരിക്കലും നമ്മൾ റേക്കി ചെയ്യുമ്പോൾ റേക്കി നമ്മൾ കൺട്രോൾ ചെയ്യരുത്. നമ്മൾ റേക്കി ഹീലിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളുണ്ട്. നമ്മളാണ് നമുക്ക് ബൗണ്ടറി വെക്കുന്നത്. റേക്കി ദീക്ഷ ഏത് ലെവൽ, എങ്ങനെയാണ് ഈ റേക്കിക്ക് നമ്മൾ ദീക്ഷ കൊടുക്കുക ഒരാളെ പഠിപ്പിക്കുന്നതിന് മുന്നേ നമ്മൾ എടുക്കേണ്ടതാണ് ദീക്ഷ. ആക്ച്വലി ദീക്ഷ എന്താണെന്ന് പലർക്കും അറിയില്ല. ദീക്ഷ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷ് വേർഡ് അറ്റോൺമെന്റ്. അറ്റോൺമെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ പാപ പരിഹാരം എന്നാണ് അതിന്റെ മലയാളം മീനിങ് വരുന്നത്. ദീക്ഷ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സംസ്കൃത് വേർഡാണ്. ഈ ദീക്ഷ എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ആ കോസ്മിക് എനർജി, അതായത് നമ്മൾ ഈ പറയുന്ന റേക്കി എന്ന് പറയുന്ന ആ കോസ്മിക് എനർജി കൃത്യമായിട്ട് നമ്മുടെ എനർജറ്റിക് ബോഡിയിലേക്ക് ഒരു ഗുരു അതിനെ കണക്ട് ചെയ്യുന്നൊരു ഡിവൈൻ പ്രോസസ്സാണ് ദീക്ഷ. അത് നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ടും നേരിട്ടായിട്ടൊക്കെ എടുക്കാം. പക്ഷെ അതിന് യഥാർത്ഥ മീനിങ് പലർക്കും അറിയില്ല. എല്ലാവരും ചോദിച്ചാൽ പറയും നമ്മൾ ഫസ്റ്റ് ലെവൽ എടുത്തിട്ടുണ്ട്, സെക്കൻഡ് ലെവൽ എടുത്ത്, ഈവൻ ഗ്രൂപ്പ് അറ്റോൺമെൻറ്റ് കൊടുക്കുന്ന ഗുരുക്കന്മാരുണ്ട്. ഒരിക്കലും ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ സമയത്ത് ചെയ്യുന്നൊരു പ്രൊസീജിയറുണ്ട്. ദീക്ഷ എന്ന് പറഞ്ഞാൽ വാക്കിന് പോലും അർത്ഥമുണ്ട്. അതായത് ഒരു ഗുരു തൻ്റെ ദിവ്യപ്രകാശത്തിലൂടെ തൻ്റെ ശിഷ്യനിലെ സകലമാന നാശത്തെയും ക്ഷയിപ്പിക്കുന്ന ദൈവികമായ പ്രക്രിയയാണ് ദീക്ഷ. അവിടെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് വെറ്റിലയൊക്കെ വെച്ച് ഇവരെ കൊണ്ടുവന്ന് ഇരുത്തുന്ന ആ മുറി പോലും നമ്മൾ ക്ലെൻസ് ചെയ്യും. ഈവൻ സിമ്പിൾസ് ഒക്കെ വെച്ച് നമ്മൾ എനർജൈസ് ചെയ്യും. ഇരിക്കുന്ന പീഠത്തിന് വരെ പ്രാധാന്യമുണ്ട്. ഒരു റെഡ് ക്ലോത്ത് നമ്മൾ വെക്കും. കുണ്ടലിനി ശക്തി റേസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് വെക്കുന്നത്. ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുമ്പോഴും ഞാനിതിവിടെ ചെയ്യും. അവരിരിക്കുന്ന ചെയർ പോലും ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് എനർജൈസ് ചെയ്യും. ഡിസ്റ്റൻസിൽ ദീക്ഷ കൊടുക്കാറുണ്ട്, ഓൺലൈൻ ദീക്ഷ കൊടുക്കാറുണ്ട്. അബ്രോഡിലൊക്കെയുള്ള എത്രയോ ആൾക്കാർ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരങ്ങനെ ഇരുത്തി അവരെ നമ്മൾ കംപ്ലീറ്റ് ക്ലെൻസ് ചെയ്യണം. ആദ്യം അവരുടെ ഓറ നമ്മൾ അവരെ ഒരു ശുദ്ധമാക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ നാശത്തെയും ക്ഷയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം ആദ്യം ക്ലെൻസ് ചെയ്ത് അതിന് ശേഷമാണ് ആ ഒരു ഡിവൈൻ എനർജി അവരുടെ എനർജറ്റിക് ബോഡിയിലേക്ക് കണക്ട് ചെയ്യുന്നത്. റേക്കി ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോഡി നശിച്ചാൽ പോലും, അതായത് നമ്മുടെ മരണശേഷവും നമുക്ക് നെക്സ്റ്റ് ബർത്ത് ഉണ്ടെങ്കിൽ നമ്മൾ ആ രേഖയോട് കൂടിയിട്ടാണ് ജനിക്കുക. അത്രയും വലിയൊരു പ്രോസസ്സാണ് ദീക്ഷ എന്ന് പറയുന്നത്. അതിന് ഒരുപാട് ലെവൽസ് ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണത്. 5 ലെവൽസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെവൽ ദീക്ഷ എടുത്തു കഴിഞ്ഞ് 21 ഡേയ്സ് നമ്മൾ സാധന ചെയ്യണം, റേക്കി സാധന. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആ 29 പോയിൻറ്റ്സ് നമ്മൾ ഹീലിംഗ് കൊടുക്കുക. ഓരോ പോയിന്റിനും പ്രത്യേകതയുണ്ട്. അത് മനസ്സിലാക്കി നമ്മൾ ഹീൽ ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ലൈഫിൽ മാറ്റം വരുന്നത്. ചുമ്മാ ഒരു കൈവച്ച് അവിടെ നമ്മൾ ഹീൽ ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പം അവിടെ ആ എനർജി കൊടുക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാക്കി അതിന് തക്കതായ അഫർമേഷൻസ് കൊടുത്ത് ആ എനർജി അവിടെ. ഒരിക്കലും നമ്മൾ റേക്കി ചെയ്യുമ്പോൾ റേക്കി നമ്മൾ കൺട്രോൾ ചെയ്യരുത്. അതുപോലെ കമൻറ്റ് ചെയ്യരുത്. കാരണം അത് ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടൊരു സുപ്രീം പവറാണ്. അതിനെ പോയിട്ട് നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അതിനറിയാം എങ്ങനെ ഫ്ലോ ചെയ്യണം. ഈ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ കേൾക്കുന്നതാണ് റേക്കിയുടെ ബെൽസ്, 2 മിനിറ്റ്സ് ബെൽസ്, 3 മിനിറ്റ്സ് ബെൽസ്. ഒരിക്കലും നിങ്ങൾ ഒരു ബെല്ലും വെക്കേണ്ട ആവശ്യമില്ല എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ. അതായത് 2 മിനിറ്റ് മാത്രം കൊടുക്കേണ്ടതല്ല റേക്കി എന്ന് പറയുന്നത്. നമുക്കിപ്പം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഹീലാവാൻ ചിലപ്പോൾ ആ 2 മിനിറ്റ്സ് മതിയാവില്ല. മേ ബി മോർ ദാൻ 4 മിനിറ്റ്സ് വേണ്ടി വരും, അല്ലെങ്കിൽ 5 മിനിറ്റ്സ് ഉണ്ട്. അപ്പം നമ്മൾ അവിടെ വെക്കുക. നമ്മുടെ ഉള്ളിൽ തന്നെ റേക്കി നമ്മളെ തോന്നിപ്പിക്കും മതി. അപ്പോഴാണ് നെക്സ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ കൈകളെ മാറ്റേണ്ടത്. ഈ പലരും ഈ ബെല്ല് വെക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റേക്കി ഹീലിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ശ്രദ്ധയാണ്, കോൺസെൻട്രേഷൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിഷ്വലൈസേഷനാണ്. അതായത് ആ എനർജി പോകുന്ന സമയത്ത് ഒരു വൈറ്റ് എനർജി കൃത്യമായിട്ട് പോകുന്നതായിട്ട് മനസ്സിലാക്കണം. ദെൻ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അഫർമേഷനാണ്. അതായത് നമ്മൾ ഓരോ പോയിന്റിനും ഉതകുന്നതായ അഫർമേഷൻസ് ഉണ്ട്. അതിനെ നമുക്ക് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, സ്പിരിച്വലി നമുക്ക് ഹയർ ആവാൻ പറ്റും. അതിന് വേണ്ടുന്ന അഫർമേഷൻസ് നമ്മൾ പറയാം. ദെൻ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം. നാലാമത്തെ കാര്യം റേക്കി എന്ന ശക്തിയിലുള്ള വിശ്വാസം. നമ്മൾ മനസ്സിൽ പറയണം, അല്ലാതെ പരീക്ഷിക്കാൻ വേണ്ടി നമ്മൾ പറയണ്ട. നമുക്ക് ആ വിശ്വാസത്തോടു കൂടി നമ്മൾ സ്വീകരിക്കും. റെസ്പെക്ട് ചെയ്യണം. യെസ്. 5-ാമതാണ് റെസ്പെക്റ്റ്.
ഈ 5 പോയിന്റും ഹീൽ ചെയ്യുന്ന സമയത്ത് നിർബന്ധമാണ്. അപ്പം നമ്മൾ ബെല്ലൊക്കെ വെച്ചാൽ നമ്മുടെ പകുതി ശ്രദ്ധ എന്തായിരിക്കും? ആ മണിയടിച്ചോ എന്നുള്ളതായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക, ഇല്ലേ? നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും. നമ്മുടെ അഫർമേഷൻസ് കൃത്യമില്ല, നമ്മുടെ വിഷ്വലൈസേഷൻ കൃത്യമില്ല. വിശ്വാസമുണ്ട്, റെസ്പെക്റ്റ് ഉണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഈ 5ഉം പ്രധാനപ്പെട്ടതാണ്. മനസ്സിലായി. അപ്പം അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഹീൽ ചെയ്യണം ഓരോ പോയിന്റും. ഈ നമ്മൾ ദീക്ഷ എത്ര പേർക്ക് ദീക്ഷ കൊടുത്തിട്ടുണ്ടാവും? മണിയിലേക്ക് മോർ ദാൻ ഒരു വിത്തിൻ 2 years മോർ ദാൻ ഒരു 400 ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടാവും. മണിയിലേക്ക് ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ട്. റേക്കിയിൽ ഇപ്പം വന്നിട്ട് ഈ 400 പേരിൽ രക്ഷപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? രക്ഷപ്പെടാത്തത് ഉണ്ട് കുറച്ച് പേര്. അപ്പം ഞാൻ അവരോട് ചോദിക്കും, ചെയ്യുന്നുണ്ടാവില്ല, പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ അത് പഠിച്ചു, ഞാൻ ഇത് പഠിച്ചു, മറ്റേത് പഠിച്ചു, മറിച്ച് പഠിച്ചു. ഒരുപാട് സ്പിരിച്വൽ കാര്യങ്ങൾ പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ടാരോട്ട് കാർഡ് റീഡിങ് പഠിച്ചിട്ടുണ്ടാവും, മേ ബി അസ്ട്രോളജേഴ്സ് ആയിരിക്കും, റേക്കി പഠിച്ചിട്ടുണ്ടാവും, മണി റേക്കി പഠിച്ചിട്ടുണ്ടാവും, അതിൻ്റെ കൂടെ മറ്റേ ക്രിസ്റ്റൽസ് പഠിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ക്രിസ്റ്റൽസ് കയ്യിലിടുന്നുണ്ടാവും. എന്നിട്ട് എന്താ ഒരു രക്ഷപ്പെടാത്ത? ചോദിക്കാനിരുന്ന പിന്നെ വേണ്ട, ഓരോരുത്തർ ഇഷ്ടമല്ലേ ചോദിക്കാനാ. ഞാൻ കണ്ടിട്ടുള്ള എനിക്ക് അവർ ഓഫ് ചെയ്യുമ്പോൾ ചോദിക്കാൻ വിചാരിച്ച് വെച്ചോണ്ടിരുന്നത്. എനിക്ക് ഇന്നലെ കണ്ടിട്ടുള്ള എല്ലാ റേക്കി ഹീലേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഒരു സാധനമില്ല. കാരണം ഞാൻ ആ എനർജിയിൽ അതിശക്തമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ചത് ആ എനർജിയാണ്. ഈ ഭഗവാന്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് ഞാൻ ധ്യാനിക്കാറ് എപ്പോഴും രാവിലെ. അപ്പം അങ്ങനെ എൻ്റെ കയ്യിലേക്ക് ഈശ്വരൻ കൊണ്ടു തന്ന എനർജിയാണത്. ഞാനിട്ടേക്കുന്നുണ്ടോ ചോദിക്കണ്ട. ഇതൊക്കെ ഗിഫ്റ്റുകൾ ആരോട് തന്നാലും 10 നമ്മൾ രാവിലെ ഒരെണ്ണം ഇഷ്ടമാകുമ്പോൾ ഒരെണ്ണം എടുത്തിടും. ഇതൊരു സുഖം കയ്യിൽ എന്തെങ്കിലും ഉണ്ടായി. പിന്നെ അതൊരു വിശ്വാസമാണ്. ഇതുണ്ടാകുമ്പോൾ നമുക്ക് നിങ്ങളെ പോലെ സ്വർണ്ണമൊക്കെ വാങ്ങിയിട്ടുള്ള കാശ് ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഈവൻ ഇത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തതാ. ആണോ? യെസ്, മണിയിലേക്ക് വെച്ച് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? 95,000 രൂപയും കണ്ടാണ് പവന്റെ വില. പറ്റും, നമുക്ക് പറ്റും. നമുക്ക് എന്ത് വേണേലും പറ്റും. നമ്മളാണ് നമുക്ക് ബൗണ്ടറി വെക്കുന്നത്. പലരും പറയും ഞാൻ ലോട്ടറി അടിച്ചാൽ മാത്രമേ നന്നാവുള്ളൂ. ശരിക്കും യൂണിവേഴ്സിൽ എത്രയോ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ചുറ്റിലും ഉണ്ട്. നമ്മുടെ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഒരു സാധനത്തെ ആത്മവിശ്വാസത്തോടെ ഇപ്പം ഞാൻ ചിലരോട് പറയുന്നുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം നിശാന്ത് തോപ്പിൽ സാറ് വിളിച്ചപ്പോൾ, വാസ്തു ആചാര്യൻ, അദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ കടവന്ത്രയിലൊരു വീട് പണിയണം, നമുക്കൊരു പ്ലാൻ വരച്ചാലോ, നടക്കുന്നെങ്കിൽ നടക്കട്ടെ. ഞാൻ പുള്ളിയോട് പറയാം. അപ്പം എന്നോട് ചോദിച്ചു എത്രയാണ് ബഡ്ജറ്റ്? ബഡ്ജറ്റ് നമ്മൾ ഉണ്ടാക്കുന്നതാണല്ലോ സാറേ, നമ്മുടെ കയ്യിൽ കാശില്ലല്ലോ, നമുക്ക് എത്ര വേണമെങ്കിലും ബഡ്ജറ്റ് ഉണ്ടാക്കാമല്ലോ. അവ പറഞ്ഞ് അവ പിന്നെ നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ്, അങ്ങനെയല്ല സാറേ, നടക്കുമെന്ന് പറ, നമുക്ക് പ്ലാൻ വരയ്ക്കാം. ഇപ്പം ഞാൻ നാട്ടിൽ വീട് വെച്ചപ്പോൾ ഫാദർ കുറച്ച് ബിസിനസ് പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് ലോസൊക്കെ വന്ന സമയത്ത് വീടൊക്കെ വിറ്റു. അപ്പോൾ ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ചെറിയ ചെറിയ പരിപാടിയൊക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫാദറിന് സുഖമില്ലാതെ വരും. വീട് വെക്കണം, സ്വാഭാവികമായിട്ട് വീട് വെച്ചേ പറ്റും. ഞാനൊരു പ്രോപ്പർട്ടി വാങ്ങി. പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ 2,000 രൂപ ഉണ്ട്. 2,000 രൂപ. അപ്പം ബ്രോക്കറെ കണ്ടു. ഈ 2,000 രൂപ ഇടയിൽ കൊടുത്തിട്ട് പറഞ്ഞു, ചേട്ടൻ പോയിട്ട് ഈ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഈ വിലയ്ക്ക് നമുക്ക് ആ വസ്തു വേണം. അയാൾ വന്നു 50,000 രൂപ 4 രൂപ പലിശയ്ക്ക് എടുത്തിട്ട് അഡ്വാൻസ് കൊടുത്തു. 6 മാസം കഴിയുമ്പോൾ വസ്തു എഴുതണം. അന്നാണ് പൈസയില്ല. അപ്പോൾ ദൈവഭാഗ്യം പോലെ എൻ്റെ നീടാണ് ആ വസ്തു വാങ്ങുക എന്നത്. എനിക്കന്ന് 23 വയസ്സ്. എൻ്റെ ഭാഗ്യം പോലെ ഈ വസ്തു എഴുതി തരേണ്ട ആൾക്ക് ഗൾഫിൽ നിന്ന് വരാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് 3 മാസം കിട്ടി. ആ 3 മാസം കൊണ്ട് നമ്മൾ ഫണ്ടൊക്കെ റേസ് ചെയ്ത് ലോണൊക്കെ നമുക്ക് അതിൽ അവസാനം കടം വാങ്ങി പലിശയ്ക്കൊക്കെ വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? അന്നത്തെ സമയമാണ് ഞാൻ പറയുന്നത്. ഇത് വാങ്ങി. അപ്പോൾ എൻ്റെ നീടാണ് ഇത് വാങ്ങുക. വാങ്ങിക്കഴിഞ്ഞ് അടുത്ത ദിവസം മുന്നിൽ ചിന്തിക്കാതെ ഇതിലേക്ക് നമ്മൾ മണ്ണ് ഫില്ല് ചെയ്തു, ബോർഡർ കെട്ടി, ലെവൽ ചെയ്തു. എന്നിട്ട് ഞാൻ ആദ്യം ഇതിനൊക്കെ മുമ്പ് ചെയ്ത് എന്താണെന്നറിയോ? ഞാൻ എന്താ പറയാൻ വന്നത്? ഇതിനൊക്കെ ചെയ്യാൻ മുമ്പ് പറഞ്ഞാൽ എനിക്ക് എന്തായാലും വീട് വെക്കണമല്ലോ, എനിക്ക് വീട് വെക്കണം, നല്ല വീട് വെക്കണം. അന്ന് നമുക്കൊരു പ്രണയമൊക്കെ ഉണ്ട്, വിവാഹം കഴിക്കണം, ആ നാട്ടിലൊക്കെ തന്നെയാണ്. ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ചേട്ടാ എനിക്കൊരു വീടിൻ്റെ പ്ലാൻ വരച്ച് തരണം. നമ്മൾ ബാംഗ്ലൂർ ആർക്കിടെക്റ്റ്. എന്നിട്ട് പുള്ളി ചോദിച്ചു, ചേട്ടാ എത്ര സ്ക്വയർ ഫീറ്റ്? 1,000. ഞാൻ ഇല്ല ചേട്ടാ, ഒരു 3,500 സ്ക്വയർ ഫീറ്റ്. പുള്ളി എന്നെ ഇങ്ങനെ മൂളി പറഞ്ഞു, നിങ്ങൾ വരയ്ക്കുക, നമുക്ക് നോക്കാം. എൻ്റെ വീട് ഇങ്ങനെ ആയിരിക്കണം ഇരിക്കണ്ടേ. എൻ്റെ വീടിൻ്റെ വസ്തു വാങ്ങാൻ പോകുന്ന വസ്തു കണ്ടുവച്ചല്ലോ, അഡ്വാൻസ് കൊടുത്തപ്പോഴും വസ്തുവിൻ്റെ മെഷർമെൻറ്റ് ഞാൻ അയച്ചിട്ടുണ്ട്. 3 നില വേണം. 3 നില വേണം. 3ാമത്തെ നിലയിൽ ലൈബ്രറിയും ഒരു മിനി ബാറും ആയിരിക്കണം. കള്ളുപിടിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ അന്നത്തെ ആ കുഞ്ഞു സമയത്ത് ആഗ്രഹം പറയും. പുള്ളി വരയ്ക്കുന്നതിന് നഷ്ടമൊന്നുമില്ലല്ലോ. പുള്ളി വരച്ചു തന്നു. ഞാൻ ഇതിനെ നേരെ എടുത്തിട്ട് എൻ്റെ വേറൊരു കൂട്ടുകാരുണ്ട്, ഇതിൻ്റെ 3D ചെയ്യുന്ന ആൾ, അയാൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, അനൂപേ ഇതാണ് പ്ലാൻ, ഇതിനെ നീ എനിക്ക് 3D എലിവേഷൻ ചെയ്ത് തരണം. 3D എലിവേഷനിൽ 3ാമത്തെ നില വേണ്ട,
കാരണം എനിക്കറിയാം അത് കൂട്ടിയാൽ കൂടുന്നതല്ല, പക്ഷെ എൻ്റെ ആഗ്രഹം ഞാൻ വരച്ചു വെക്കാണ്. 3D എലിവേഷൻ വേണ്ട, ഒരു നല്ല വീടായിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം. അവൻ എനിക്കത് 3D ആക്കി തന്നു. ഇതെന്നാ ഇപ്പം നമ്മൾ പലരും പറയും നമ്മുടെ ആഗ്രഹങ്ങൾ പ്രിൻ്റ് എടുത്ത് ഒട്ടിച്ച് വെക്കണം, അങ്ങനെയൊന്നുമല്ല. അന്ന് ഈ സാധനം ഞാൻ എഴുന്നേൽക്കുമ്പോഴേ കാണുന്നിടത്ത് ഞാൻ വെച്ചിരിക്കും. എൻ്റെ ഫോണിൽ വാൾപേപ്പർ അതായിരുന്നു കുറേ കാലം. ഞാൻ ഒരു വർഷം ഫൗണ്ടേഷൻ ബേസ്മെൻറ്റ് കെട്ടി, ഒരു വർഷം പൈസ ഇല്ലാണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ വീട്ടിനകത്ത് തന്നെ ഇരുന്നു. ഒരു വർഷത്തിന് ശേഷം എൻ്റെ സാഹചര്യങ്ങൾ വന്നു, വീട് വെച്ചു. വീട് വെച്ചപ്പോൾ ഈ 3D എലിവേഷനിൽ നമുക്കൊരു നോളജ് ഉണ്ട് കൺസ്ട്രക്ഷനിൽ. കാരണം ഫാദർ കോൺട്രാക്ടറായിരുന്നു. നമ്മൾ കുഞ്ഞു പോകുന്ന കാൾ വലുതെല്ലാം കണ്ടുവരും. നമ്മുടേതായ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇപ്പം കാണുന്ന വീട്. കാരണം എന്താ, അന്ന് എനിക്കൊരു ബഡ്ജറ്റ് ഉണ്ട്, ഒരു 25 lakhs ഇനി ഇതിനകത്ത് തീർക്കണം. അപ്പം ഈ 3D വരെ വെക്കാൻ പോയാൽ 35-ലെത്തും. നമ്മളതുകൊണ്ട് അതിലെവിടെയൊക്കെ കുറയ്ക്കാമോ കൂട്ടാമോ ഇതെല്ലാം കൂട്ടി ആ ബഡ്ജറ്റിൽ നമ്മൾ വീട് വെച്ചു. അപ്പോൾ ആഗ്രഹിക്കുക, അത് സങ്കല്പിച്ച് എവിടെയെങ്കിലും എഴുതി വെക്കുക. ഇപ്പോൾ ഇന്നലെ ഞാൻ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു സ്ക്രിപ്റ്റിംഗ്, നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതി വെച്ചാൽ മതി. ഇത് ഞാൻ ആരും പറഞ്ഞു തരുന്നതിന് മുമ്പിട്ടേ ഞാൻ ചെയ്യുന്നൊരു സാധനമാണ്. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയാം. പണ്ട് ഞാൻ HDFC ലൈഫിൽ സെയിൽസ്മാനായിരുന്നു. എൻ്റെ രണ്ടാമത്തെ ജോലി, അതിൻ്റെ 20ാമത്തെ വയസ്സിലാണ്.